എങ്ങനെയാണ് അതിദരിദ്രരെ നിശ്ചയിച്ചത്? ഭക്ഷണം, ആരോഗ്യം, ഉപജീവനം, വാസസ്ഥലം എന്നീ ഘടകങ്ങളെ അടിസ്ഥാനമാക്കി അതിജീവനം സാധ്യമല്ലാത്ത കുടുംബങ്ങളെയാണ് അതിദരിദ്രമെന്ന് കണക്കാക്കിയതെന്നാണ് സർക്കാർ വാദം. അതിദരിദ്രരെ കണ്ടെത്തിയ ആധികാരിക പഠന റിപ്പോർട്ട് പുറത്തുവിടണമെന്നാണ് പ്രതിപക്ഷവും സാമ്പത്തിക വിദഗ്ധരും സാമൂഹ്യ പ്രവർത്തകരും ആവശ്യപ്പെടുന്നത്. എങ്ങനെയാണ് കേരളം അതിദാരിദ്ര്യമുക്തമായെന്ന് സർക്കാർ കണ്ടെത്തിയത്? നോക്കാം. എക്സ്പ്ലെയിനറുമായി പ്രജിൻസി കണ്ണൻ ചേരുന്നു. ഇന്ന് സംസ്ഥാനത്തെ അതിദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിക്കാനിരിക്കെ എങ്ങനെയാണ് കേരളം ആ നേട്ടത്തിലേക്ക് എത്തിയത് എന്ന ചോദ്യം ഉയർന്നിരിക്കുകയാണ്. ഭക്ഷണം, ആരോഗ്യം, ഉപജീവനം, വാസസ്ഥലം എന്നീ ഘടകങ്ങളെ അടിസ്ഥാനമാക്കി അതിജീവനം സാധ്യമല്ലാത്ത കുടുംബങ്ങളെയാണ് അതിദരിദ്രം എന്ന് കണക്കാക്കിയതെന്ന് സർക്കാർ പറയുന്നു. സർവേ പ്രകാരം നടത്തിയ ഇടപെടലുകളുടെ പേരിലാണ് സംസ്ഥാനം അതിദാരിദ്ര്യമുക്തമായി എന്ന് പ്രഖ്യാപിക്കുന്നതെന്നാണ് സർക്കാർ വാദം. ഇവ എത്രത്തോളം ഫലപ്രദമായിരുന്നു എന്ന് പരിശോധിക്കാൻ തൊഴിലുറപ്പ് പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റ് നടത്തുന്ന ഏജൻസി വഴി 59,277 കുടുംബങ്ങളിൽ സർവേ നടത്തിയെന്നും സർക്കാർ പറയുന്നു. ഇതിൽ 1% 590 കുടുംബങ്ങളെ തദ്ദേശ വകുപ്പിലെ ജില്ലാ ബ്ലോക്ക് തല ഉദ്യോഗസ്ഥർ ചേർന്ന് സൂപ്പർ ചെക്ക് നടത്തിയെന്നും തദ്ദേശ വകുപ്പ് പറയുന്നുണ്ട്. കുടുംബശ്രീ വഴി നടത്തിയ സർവേയിൽ 64,006 കുടുംബങ്ങളെ കണ്ടെത്തി. മരിച്ചവരും സ്ഥലം മാറിപ്പോയവരുമായ 4,729 കുടുംബങ്ങൾ ഒഴികെയുള്ളവരെ അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കാൻ സർക്കാർ ഇടപെട്ടു. ഓരോ കുടുംബത്തിനും പ്രത്യേകം മൈക്രോ പ്ലാൻ രൂപീകരിക്കുകയും വിവിധ സർക്കാർ പദ്ധതികൾ യോജിപ്പിക്കുകയും പ്രത്യേക പദ്ധതികളും സേവനങ്ങളും ആവിഷ്കരിക്കുകയും ചെയ്തുവെന്നാണ് മന്ത്രി MB രാജേഷ് പറഞ്ഞത്. 1000 കോടിയിൽ പരം രൂപ ഇതിനായി ചെലവഴിച്ചുവെന്നും സർക്കാർ പറയുന്നു. ഭക്ഷണം, പാർപ്പിടം, ആരോഗ്യ പരിരക്ഷ, വിദ്യാഭ്യാസം തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും താങ്ങാനാവാത്ത അവസ്ഥയാണ് അതിദാരിദ്ര്യമെന്നാണ് സർക്കാർ വിശദീകരിക്കുന്നത്. ലോകബാങ്കിന്റെ നിർവചനമനുസരിച്ച് പ്രതിദിനം 180 രൂപയിൽ താഴെ വരുമാനത്തോടെ ജീവിക്കുന്നവരാണ് ഇതിൽ ഉൾപ്പെടുന്നത്. അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കാൻ സർക്കാർ ആസൂത്രണം ചെയ്ത പദ്ധതികളും സർക്കാർ വിശദീകരിക്കുന്നുണ്ട്. അത് ഇനി പറയും പ്രകാരമാണ്. 5422 പുതിയ വീടുകൾ നിർമ്മിച്ചു. 439 കുടുംബങ്ങൾക്കായി 28.32 ഏക്കർ ഭൂമി. 5522 വീടുകൾ നവീകരിക്കാൻ 2 ലക്ഷം രൂപ വീതം. 34,672 കുടുംബങ്ങൾക്ക് അവിദഗ്ധ തൊഴിൽ മേഖല വഴി അധികമായി 77 കോടി രൂപ വരുമാനം. 4,394 കുടുംബങ്ങൾക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾ നൽകി. 579 വ്യക്തികൾക്ക് ആരോഗ്യ സഹായ ഉപകരണങ്ങൾ, 7 പേർക്ക് അവയവമാറ്റ ശസ്ത്രക്രിയയ്ക്ക് സഹായം, 5,777 വ്യക്തികൾക്ക് സാന്ത്വന പരിചരണം. 29,427 കുടുംബങ്ങളിലെ 85,721 പേർക്ക് ആരോഗ്യ പരിരക്ഷാ സേവനങ്ങൾ. 2,210 കുടുംബങ്ങൾക്ക് പാകം ചെയ്ത ഭക്ഷണം വിതരണം ചെയ്യുന്നു. 12,438 കുടുംബങ്ങൾക്ക് ഭക്ഷ്യക്കിറ്റുകൾ. 20,648 കുടുംബങ്ങൾക്ക് മുടക്കമില്ലാതെ ഭക്ഷണം. 34,672 കുടുംബങ്ങൾക്ക് തൊഴിലുറപ്പ് തൊഴിൽ കാർഡുകൾ. ഏകാംഗ കുടുംബങ്ങളായ 428 പേരെയും ഒന്നിലധികം അംഗങ്ങളുള്ള 520 കുടുംബങ്ങളെയും സാമൂഹ്യനീതി വകുപ്പിന്റെ ഷെൽട്ടർ ഹോമുകളിലാക്കി. 5,583 കുട്ടികൾക്ക് വിദ്യാഭ്യാസ പിന്തുണ. 2,323 കുട്ടികൾക്ക് KSRTCയിൽ സൗജന്യ യാത്ര. 554 വിദ്യാർത്ഥികൾക്ക് വീടിനടുത്ത് +1 പ്രവേശനം. എന്തായാലും അതിദാരിദ്ര്യമുക്ത കേരളം എന്ന പ്രഖ്യാപനം സംസ്ഥാനത്ത് വലിയ വിവാദങ്ങൾക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ വിശദീകരണം നൽകാൻ സർക്കാർ നിർബന്ധിതമായേക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.